ഹായ് ഹലോ, നമ്മുടെ അടുത്ത വ്ളോഗായി. അപ്പോൾ ഇന്ന് ഒരു പബ്ലിക് ഹോളിഡേ ആണ്. പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ന് സ്ഥിരമായിട്ട് ജിമ്മിൽ പോകുന്ന കാരണം ഇപ്പം അവന് ഞങ്ങളുടെ ജിമ്മിൽ വരണം. ജിമ്മിൽ പിള്ളേരെ അലൗഡ് അല്ല ഇവിടെ. അതുകൊണ്ട് അവൻ്റെ അടുത്ത് എപ്പോഴും പറയും കിഡ്സ് ജിമ്മിൽ കൊണ്ടുപോകാം, കിഡ്സ് ജിമ്മിൽ കൊണ്ടുപോകാം. അങ്ങനെ അവന് കുറേ നാൾ കൊണ്ട് കിഡ്സ് ജിമ്മിൽ പോകാൻ വേണ്ടിയിരുന്ന് ഇന്ന് പബ്ലിക് ഹോളിഡേ ആയപ്പോൾ രാവിലെ മുതൽ അവൻ കിഡ്സ് ജിമ്മിൽ പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ പ്രോഗ്രാം ഒന്നും ഇല്ലാത്ത കാരണം കിഡ്സ് ജിമ്മിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ആക്ച്വലി ഇവിടെ കിഡ്സ് ജിം അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ഉണ്ട്, പക്ഷേ അത് 6 വയസ്സിനുള്ള പിള്ളേർക്കാണ്, ചെറിയ പിള്ളേർക്കില്ല. പിന്നെ കിഡ്സ് ജിം കൊണ്ട് നമുക്ക് പ്ലേ ഏരിയ ഉണ്ട്, പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വിടാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നപ്പോഴത്തേക്ക് അവൻ ഇവിടെ ഒരു ലെഗോയുടെ ഷോപ്പ് കണ്ടു. നേരെ കയറി പോയിട്ടുണ്ട്. അതൊക്കെ അങ്ങോട്ട് വന്നു. നമ്മളിവിടെ ഓരോ ഷോപ്പിൽ കയറുന്നതിന് മുമ്പ് നമ്മുടെ പേരും ഡീറ്റെയിൽസും ഫോൺ നമ്പരും നമ്മുടെ ടെമ്പറേച്ചറും ഒക്കെ എഴുതി വെച്ചിട്ട് വേണം കയറാൻ. ഈ ഇൻഫർമേഷൻ റോങ് ആണെങ്കിൽ നമ്മൾ 1000 റിംഗിറ്റ് ഫൈൻ കൊടുക്കണം. ലെഗോ ബ്ലോക്സ്. അതുപോലെ തന്നെ എല്ലാ പബ്ലിക് പ്ലേസിലും നമ്മൾ മാസ്ക് യൂസ് ചെയ്യണം. മാസ്ക് യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അതിനും ഫൈൻ കൊടുക്കേണ്ടി വരും. Who is this? നമുക്ക് പോകാം. Keep it there. Expensive. നമുക്ക് പോകാം. നമ്മൾ ആ ലെഗോ ഷോപ്പിൽ നേരെ ഇറങ്ങുമ്പോഴത്തേക്ക് ഇത് അവിടെ ട്രെയിൻ കിടപ്പുണ്ടായിരുന്നു. ഇവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ട്രെയിനിൽ കയറി പോകുന്നത്. പിന്നെ പ്ലേ ഗ്രൗണ്ടിലൊക്കെ പിള്ളേർ ചുമ്മാ കയറിയിരിക്കുന്ന ട്രെയിനാണെന്നുള്ള രീതിയിലാണ് അവൻ പോയി കയറിയിരിക്കുന്നത്. ഇതിന് ശരിക്കും ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ടാണ് ഇതിൽ കയറി പോകേണ്ടത്. ഇവിടെ ആ ഷോപ്പിൻ്റെ ഒരു സെൻട്രൽ കോർട്ടിൽ ചുറ്റിങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. വേറൊന്നുമില്ല പ്രത്യേകിച്ച്. Show me. Are you waiting for the train? How many tickets are there? അപ്പം നമ്മൾ വന്ന ഈ ഒരു ഷോപ്പിംഗ് മാൾ സെക്കൻഡ് ഫ്ലോറിൽ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ കിഡ്സ് സോണാണ്. ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങൾ, പിള്ളേരുടെ പ്ലേ ഏരിയ, കുട്ടികൾക്കുള്ള തുണികളുടെ തുണിക്കടകൾ, ടോയ് ഷോപ്പ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന അഡൽട്സിനൊക്കെ ഭയങ്കര ബോറിംഗാണ്. കാരണം ഈ നമ്മൾ പോകുന്ന അതേ സ്ഥലത്തൂടെ തന്നെ ഒരു 3-4 പ്രാവശ്യം ഈ ട്രെയിൻ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. സെയിം സ്ഥലം തന്നെ പിന്നെ കണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് ഇതൊക്കെ ഈ ഒരു സ്ലോ അവസ്ഥയിലാണ് ഇത് പോകുന്നത്. ഇപ്പം ശരിക്കും ബോറിംഗാണ്. പക്ഷേ പിള്ളേർക്ക് ഭയങ്കര എൻ്റർടൈനിങ് ആണ്. നമ്മൾ ഈ കാണുന്ന പോലുള്ള ഒരുപാട് പ്ലേ ഏരിയ ഒക്കെ ഇവിടെ ക്ലോസ്ഡ് ആയിരുന്നു. ഒരുപാടല്ല, മിക്കവാറും എല്ലാ പ്ലേ ഏരിയയും, അതായത് കുട്ടികളെല്ലാം കൂടെ കൂടി നിന്ന് കളിക്കുന്ന പോലത്തെയുള്ള പ്ലേ ഏരിയ എല്ലാം ഇവിടെ ക്ലോസ്ഡ് ആയിരുന്നു ഈ കോവിഡ് കാരണം. Finished? Okay. Move, uncle is going to open it.
ഇതാണ് ഞാൻ പോകാൻ വന്ന ലിറ്റിൽ ജിം. പക്ഷേ ക്ലോസ്ഡ് ആണ്. See what is written on the top? Yeah, and see, let me show you something. What is written here? It's closed, so you cannot go to the gym. Correct? Isn't it? So what to do? അവൻ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ക്ലോസ്ഡ് ആയത് കാരണം തൊട്ടടുത്ത് ഉള്ളൊരു പ്ലേ ഏരിയയിലോട്ട് ചേട്ടനെയും കൊണ്ട് പോകുന്നുണ്ട്. Rub it. അവൻ അവിടെ വലിയ ചെറുക്കന്മാർ കളിക്കുന്നത് കണ്ടിട്ട് ഇവിടെ വന്ന് നോക്കുന്നു ആ സ്ട്രൈക്കറിനകത്തിലുണ്ടോയെന്ന്. അത് നമ്മൾ കോയിനിട്ടാൽ മാത്രം കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ കിട്ടത്തില്ല. ഇവിടെ ഒരു ഓപ്പൺമെൻ്റ് റിയാലിറ്റിയുടെ സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ കയറണം വിചാരിച്ചിട്ടാണ് പോയത്. അവിടെ ഓപ്പൺ എഴുതി വെച്ചിരുന്നു, പക്ഷേ അവിടെ റിസപ്ഷനിൽ ആരെയും കണ്ടില്ല. നമ്മൾ കുറച്ച് നേരം നിന്ന് ബെല്ലൊക്കെ അടിച്ചു, പക്ഷേ ആരെയും കണ്ടില്ല. പിന്നെ തിരിച്ചു പോകുന്നു. Did you see the dinosaur? Dinosaur? Where's the dinosaur? You want to go and see the dinosaur? Let's go inside. Show me the hands. Show me your hands. Another hand. Rub it. Show me hand. Other hand. Rub it. Come, let's be in the queue first. Let's be in the queue first. Come. അപ്പം നമ്മുടെ ആ ഷോപ്പിംഗ് മാളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഐക്യയുടെ ഒരു വലിയ സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പം ഐക്യ എല്ലാവർക്കും അറിയാമല്ലോ, അതൊരു സ്വീഡിഷ് മൾട്ടിനാഷണൽ കമ്പനിയാണ്. റെഡി ടു അസംബിൾ ആയിട്ടുള്ള ഫർണിച്ചറാണ് അവിടെ ഉള്ളത്. ഇതൊരു വലിയ വിശാലമായ ഷോപ്പാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാം DIY ആണ്. നമ്മൾ വീട്ടിൽ മേടിച്ചുകൊണ്ട് വെച്ചിട്ട് നമുക്ക് അസംബിൾ ചെയ്യാം. അപ്പം നമ്മൾ വെറുതെ അവിടെ കയറി ഒന്ന് അപ്ഡേറ്റഡ് ആവാം, എല്ലാ സംഭവങ്ങളൊക്കെ ഒന്ന് കാണാം എന്നൊക്കെ വിചാരിച്ച് കയറാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അവിടുത്തെ ക്യൂ ഉണ്ടോ, നല്ല വലിയ ക്യൂ ആയിരുന്നു. പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ആയത് കാരണം എല്ലാവരും ഇങ്ങനെ 1 മീറ്റർ ഡിസ്റ്റൻസ് ഒക്കെ ഇട്ടാണ് നിൽക്കുന്നത്.
പിന്നെ അപ്പോൾ അവിടെ അനൗൺസ്മെൻറ്റ് വന്നു, ഷോപ്പ് ഓൾറെഡി ഫുള്ളാണ്, മിനിമം ഒരു വെയിറ്റിംഗ് ടൈം 30 മിനിറ്റെങ്കിലും എടുക്കുമെന്ന്. നമ്മൾ ആ പോയ പോലെ തിരിച്ചു പോകുന്നു. കാരണം നമുക്ക് സാധനങ്ങളൊന്നും മേടിക്കാനില്ല, വെറുതെ ഒന്ന് കയറി കറങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ക്യൂ നിന്നിട്ട് കറങ്ങേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് നേരെ തിരിച്ച് നമ്മുടെ മാളിലോട്ട് തന്നെ പോവാം. ഇതാണ് നമ്മൾ വന്ന മാള്. അപ്പോൾ ഈ മാളിൻ്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുൾ വലിയ വലിയ ഷോപ്പുകളുടെ മാളുകളുടെ ഒരു മേളമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം മൊത്തം കറങ്ങാനൊക്കെയുള്ള സ്ഥലമുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരത്തെ വന്നിട്ടുള്ള കിഡ്സ് ഏരിയ എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലമൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ എല്ലാ സംഭവങ്ങളും ഇതുപോലുള്ള ഓവർ ബ്രിഡ്ജുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് കൂടെയും പോവാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ തൊട്ടടുത്തുള്ള അടുത്തൊരു മോളിലോട്ട് വന്നു. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് ഒരു പ്ലേ ഗ്രൗണ്ട് ഇതുപോലെ ഓപ്പൺ ആയിരുന്നു. ഇത് നല്ല വിശാലമായിട്ടൊരു പ്ലേ ഗ്രൗണ്ട് ആയിരുന്നു. ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ കളിക്കാനുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി പിള്ളേരൊന്നും ഇല്ലായിരുന്നു. എനിക്കൊന്ന് കോവിഡ് ആയതുകൊണ്ടായിരിക്കും. അതുപോലെ തന്നെ റേറ്റും നല്ല കുറവായിരുന്നു. കോവിഡ് വന്നതിന് ശേഷം ഇവൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പ്ലേ ഗ്രൗണ്ടിൽ പോകുന്നത്. അപ്പോഴത്തേക്കും അവന് മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. Kids, Amma cannot get inside that. Yeah.
It's very small. Amma cannot sit there. മറ്റുള്ള പ്ലേ ഗ്രൗണ്ടുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള മിക്കവാറും ഇതുപോലെ ഓടുന്ന സാധനങ്ങളൊക്കെ പേരൻസാണ് പ്രവർത്തിപ്പിക്കുന്നത്. നമുക്ക് അവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അതിൽ പ്രസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള അത്ര സമയം ഇതിങ്ങനെ പ്രവർത്തിപ്പിക്കാം. അല്ലാതെ അവിടുത്തെ ഓപ്പറേറ്റർമാരല്ല അത് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ പാർട്ടി ഏരിയ ഉണ്ട്, ബർത്ത്ഡേ പാർട്ടികളൊക്കെ നടത്താൻ പിള്ളേരുടെ. അത് നല്ല വിശാലമായിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ ചെല്ലുന്ന സമയത്തും ഏതോ പിള്ളേരുടെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ ഔട്ടിങ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. നമ്മൾ പ്ലേ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ലോഗിൽ കാണുന്നതായിരിക്കും. ബൈ.